ഇതാണ് VICAR ഓഫ് ട്രയാക്ക്. അത് നമ്മൾ BT136 എന്നുള്ളൊരു കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത്. അത് കണ്ടേ 3 കാലുള്ളൊരു കമ്പോണൻ്റാണ്. ഒന്നാമത്തെ കാല് MT1, രണ്ടാമത്തെ MT2, മൂന്നാമത്തെ ഗേറ്റ്. അങ്ങനെ വരും ഫ്രണ്ടിലേക്ക് വയ്ക്കുന്ന സമയത്ത് MT1, MT2 ഗേറ്റ്. ട്രയാക്കിൽ നമുക്ക് ഡയാക്കിൽ നമുക്ക് 27 ഫിക്സഡ് ഒരു വോൾട്ടേജിലാണ് ട്രിഗർ ആവുള്ളത്. പക്ഷേ ഇതിലാണെങ്കിൽ നമുക്കൊരു മൂന്നാമത്തെ ഗേറ്റിൽ നിന്നൊരു കാല് വെച്ചിട്ട് അഡീഷണൽ ഒരു പവർ സപ്ലൈ കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈയുടെ 2 ആവശ്യമുണ്ട്. ഒരെണ്ണം ഒരു പവർ സപ്ലൈ ഗേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരെണ്ണം ഇതിൻ്റെ മെയിൻ പവർ സപ്ലൈ. ഇത് നമുക്ക് 30 വോൾട്ടേജ് മുന്നത്താണെങ്കിൽ ഒരു 30 വോൾട്ടേജിലാണ് നമുക്ക് ട്രിഗർ ആയിരുന്നത്. വേറെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമുക്ക് വേണമെങ്കിൽ 5-ൽ ചെയ്യാം, 10-ൽ ചെയ്യാം, 15-ൽ ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ളതിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതങ്ങനെ നമുക്ക് ഏത് പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് 5 വോൾട്ടേജിൽ വെച്ചിട്ടാണ് ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഒരു കറണ്ടിൽ പോയി നിൽക്കും. അത് ലാച്ചിങ് കറണ്ട്. ആ കറണ്ടാണ് ലാച്ചിങ് കറണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കൊണ്ടുവരുമ്പോൾ ഓഫായി പോകുന്നൊരു കറണ്ട് ഉണ്ട്. അതാണ് അതിൻ്റെ ഹോൾഡിങ് കറണ്ട്. ഇത് ഹോൾഡിങ് കറണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനും VICAR ഇതുപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്, വോൾട്ടേജും കറണ്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വെള്ള മൾട്ടിമീറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യാനും കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു ട്രിഗർ നമ്മളിപ്പോൾ ഒരു 15 വോൾട്ടേജ് വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഇവിടെ 1K റെസിസ്റ്റർ ഇട്ടാണ്. റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ ഈ വോൾട്ടേജ് നമുക്ക് കുറയ്ക്കാം. ഇവിടെ കൊടുക്കാമെന്നത് ഇത് നമുക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാം. 5-ലോ 10-ലോ 15-ലോ വേണമെങ്കിൽ വയ്ക്കാം. ഏതെങ്കിലും ഒരു വാല്യൂ വെച്ചിട്ട് ഇത് ഫിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിപ്പോൾ ആദ്യം ഫിക്സ് ചെയ്തിട്ട് ഇതിന് ട്രിഗർ ചെയ്യണം. ട്രിഗർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റീഡിങ് കിട്ടും. അതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യം മെയിൻ പവർ സപ്ലൈനെ ഓഫാക്കി വെച്ചു. മെയിൻ പവർ സപ്ലൈ ഓഫാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ 2-ൽ 0. അതാണ്. പിന്നെ 5 വോൾട്ടേജിലാണ് ട്രിഗർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 0 മുതൽ 5 വരെ 0 to 5 വോൾട്ടേജ് നമുക്ക് കിട്ടിയ കറണ്ട് 0 ആണ്. അപ്പോൾ 0.01 മില്ലി ആംപിയറാണ് കിട്ടിയത്. ഇനി ട്രിഗർ ഞാൻ പഴിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ട്രിഗർ കൊടുത്തിരിക്കുന്നുണ്ടോ, മറ്റേതിലുള്ള പോലെ തന്നെ ഈ ഒരു ഭാഗമാണ് അഡീഷണലായിട്ട് വന്നിരിക്കുന്നത്. ഈ ട്രിഗർ ഞാനിപ്പോൾ ഇതിൽ നിന്നുള്ള കണക്ഷൻ ഇടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഒരു പവർ സപ്ലൈ എന്നുള്ള കണക്ഷൻ ഞാൻ അഴിച്ചിട്ടിരിക്കുകയാണ്. ഒരു 11 വോൾട്ടേജ് 15 വോൾട്ടേജ് എത്രയാണ് കൊടുക്കാം. അത് ഞാനിപ്പോൾ കൊടുത്തിട്ടില്ല, ട്രിഗർ ചെയ്തിട്ടില്ല. അപ്പോൾ ട്രിഗർ ചെയ്യാതെ ആദ്യം ഒരു 5 വോൾട്ടേജിൽ ഞാനത് സെറ്റ് ചെയ്യും. എൻ്റെ മെയിൻ പവർ സപ്ലൈ 5 വോൾട്ടേജിൽ സെറ്റ് ചെയ്യും. 5 വോൾട്ടേജിലാണ് ഞാൻ ഇപ്പോൾ ട്രിഗർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഉണ്ട് 5 വോൾട്ടേജ് ആയി കഴിഞ്ഞപ്പോഴും കറണ്ടൊന്നും വന്നിട്ടില്ല. മൾട്ടിമീറ്ററിൽ 0 ആണ് കാണിക്കുന്നത്. അപ്പോൾ 0 to 5 വോൾട്ടേജ് വരെ 0. ഇനി ഞാൻ ഇതിനെ ട്രിഗർ ചെയ്യാൻ പോകുന്നു. ട്രിഗർ ചെയ്യുമ്പോൾ നോക്കിക്കോ. ട്രിഗർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ ഈ അറ്റത്തേക്ക് ഒരിത് കൊടുത്തു. ഇപ്പോൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ ഓണായി. കണ്ട ട്രിഗർ ചെയ്തിട്ട് ഞാൻ ട്രിഗർ അയച്ച് മാറ്റി. കണക്ഷൻ ഇപ്പം ഇല്ല, ട്രിഗർ കണക്ഷൻ ഇല്ല. ഷൂട്ട് ചെയ്യുന്ന പോലെ അത് കഴിഞ്ഞു. അത് ആയി. അപ്പോൾ കറണ്ട് ഇതിലേക്ക് വന്നു. അപ്പോൾ 0. പിന്നെ നമുക്ക് കിട്ടുന്നത് നേരെ ഇങ്ങോട്ട് പോയത് 0.08-ൽ നമുക്ക് കിട്ടിയത് 4.38 എന്നുള്ള മില്ലി ആംപിയറാണ് കിട്ടിയത്. ഇത് നമുക്ക് നേരത്തെ ചെയ്താൽ 10 മില്ലി ആംപിയർ വരെയുള്ള റീഡിങ് എടുക്കാം. പിന്നെ ചെയ്യേണ്ടത് മെയിൻ പവർ സപ്ലൈന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അല്ല, മെയിൻ പവർ സപ്ലൈന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 6, 8, 10 നമുക്ക് എടുക്കാം. അപ്പോൾ 6ൻ്റെ എടുക്കണമെങ്കിൽ 6 മില്ലി ആംപിയറിൻ്റെ റീഡിങ് എടുക്കാം. അപ്പോഴും 0.08 തന്നെ കിട്ടും. 0.08 തന്നെ കിട്ടും. അപ്പോൾ 6 മില്ലി ആംപിയർ കിട്ടും. അങ്ങനെ നമ്മൾ 10 മില്ലി ആംപിയർ വരെ നമ്മൾ എടുക്കുന്നു. 10-നും കൂടുതൽ അധികം എടുക്കേണ്ട. ആ റെസിസ്റ്ററൊക്കെ ചൂടായി പോകും. 10 മില്ലി ആംപിയർ എടുത്തിട്ട് വേണ്ട 0.9 ആണ്. 9 ആകുമ്പോൾ 10 മില്ലി ആംപിയർ. 10 നമുക്ക് 0.8 ആയിരുന്നു. 0.8 10 മില്ലി ആംപിയർ നമുക്കിപ്പോൾ കിട്ടി 0.9-ൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 10.6 കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് 10 മില്ലി ആംപിയർ കിട്ടി. 1 ഇത് കൊടുത്തതിനുണ്ട്. 1 കിലോമീറ്റർ റെസിസ്റ്റർ സീരീസ് കൊടുത്തതിനുണ്ട് അങ്ങനെ കിട്ടി. 2 കിലോ ആണെങ്കിൽ 5 മില്ലി ആംപിയർ കിട്ടുള്ളൂ. അങ്ങനെ അതിനേക്കാളും മില്ലി ആംപിയർ കുറവുള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ കറണ്ട് അതിനനുസരിച്ച് മാറി കിട്ടും. എന്നാലും നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് മാത്രം കിട്ടിയത്. ഇപ്പം 4.8 വരെ എടുത്തില്ലേ. 4, 6, 10 എടുത്തു. ഇനി 4-നേക്കാളും കുറഞ്ഞത് എടുക്കണം. എന്നിട്ട് 4-നേക്കാളും കുറഞ്ഞെടുക്കുമ്പോൾ 2 മില്ലി ആംപിയറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകും. അപ്പോൾ അതിനോട് നോട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 3 എടുക്കാം. 3 എടുത്ത് കഴിഞ്ഞപ്പോഴും 0.8 തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ 2.38 ആകുമ്പോൾ 0.7 2.38 വോൾട്ടേജ് അല്ല 2.38 മില്ലി ആംപിയർ ഉള്ള സമയത്ത് 0.7 വോൾട്ടേജ്. ഇനി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യണം. 2-നേക്കാളും കുറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഓഫായി പോകും. അതാണ് അതിൻ്റെ ഹോൾഡിങ് കറണ്ട്. 1.8 വരെ കുഴപ്പമില്ല. 1.75 1.57 ഇപ്പോൾ കണ്ട അതിൻ്റെ മാറി 0 ആയി പോയില്ലേ. 1.57
ഇപ്പോൾ 1.57 മില്ലി ആംപിയർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് 1.7 ആയിട്ട് മാറി. പിന്നെ നമ്മൾ അതിൻ്റെ വോൾട്ടേജ് കൂട്ടിയാലും നമുക്കിനി കറണ്ട് കൂടില്ല, വേണ്ട. അപ്പോൾ അത് ഓഫായിപ്പോയി, സർക്യൂട്ട് ഓഫായിപ്പോയി. ഇനി വീണ്ടും ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ട്രിഗർ ചെയ്യിക്കണം. അതിപ്പോൾ ഞാൻ 10 വോൾട്ടേജ് കൊടുത്തിട്ട് അതിന് ഓൺ ആക്കി കഴിഞ്ഞാൽ നേരെ പോയിട്ട് 10 വോൾട്ടേജിൽ പോയിട്ടാണ് കണ്ട 1 മില്ലി ആംപിയറിലേക്കാണ് നേരെ കിട്ടുന്നത്. ഇതിനിപ്പോൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ട്രിഗർ ചെയ്യാനുള്ള വോൾട്ടേജ് ആവശ്യത്തിന് കിട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് നേരെ ഇതിലേക്ക് ട്രിഗറായി. 10 മില്ലി ആംപിയറിലേക്ക് നേരെ ട്രിഗറായിപ്പോയി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെയാണ് എത്രയാണ് ചെയ്യാനുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. 5 വേണമെങ്കിൽ വരയ്ക്കാം, 10 വേണമെങ്കിൽ 10 വെച്ച് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഈ 2 പോയിൻ്റ് കിട്ടും. ഇപ്പോൾ ഓഫായി പോയിൻ്റാണ് ഇത് ഹോൾഡിങ് കറണ്ട്. നേരെ കയറി വന്നത് 5 വോൾട്ടേജ് വെച്ചിട്ടാണ് കയറി വന്നതെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ലാച്ചിങ് കറണ്ട്. ഇത് തന്നെയാണ് ഇനി ചെയ്യാനുള്ളത് SCRന് ഇതേ സർക്യൂട്ട് തന്നെ. അപ്പോൾ ഈ കമ്പോണൻറ്റ് മാത്രം മാറും. എന്നിട്ട് ഇതേപോലെ തന്നെ ചെയ്യാവുന്നുള്ളൂ SCRന്. അതിന് ഫോർവേഡും റിവേഴ്സും, ഫോർവേഡ് മാത്രമേ കിട്ടുള്ളൂ. ഇതിന് ഫോർവേഡിലായാലും റിവേഴ്സിലായാലും നമുക്ക് ഇതേപോലെ തന്നെ ഗ്രാഫാണ് കിട്ടുക.